ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു സർപ്രൈസ് ഉണ്ട്. ഇന്നത്തെ വ്ലോഗിൽ എന്റെ കൂടെ ഉള്ളത് ആരൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാം. മിസ്റ്റർ സുഹൈൽ, ഹായ്. മിസ്റ്റർ ഷബീബ്, കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, 1-2 വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എവിടേക്കാണ് പോണെന്നുള്ളതാണ് ട്വിസ്റ്റ്. എങ്ങനെയാണ്, എന്തിനാണ്, എവിടെയാണ് ഒക്കെ നമുക്ക് കാണാം. വന്ന് 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 ഓപ്പൺ ഓപ്പൺ. ഈ പഹനൊക്കെ എന്തിനാ കൊടുത്ത് അവനോട് പറഞ്ഞില്ല. നെല്ലിയാമ്പതി പറയുമ്പോ ഞങ്ങക്ക് വേറെ സ്റ്റോറി ഉണ്ട്. അന്ന് ഷബീബ് ഉണ്ടായിരുന്നാ? അയ്യോ, നെല്ലിയാമ്പതി പോയിട്ട് സുഹൈലും ടീംസ് എല്ലാം കേറിപ്പോയി. നമ്മള് മാത്രം ചുരത്തില്, ഞങ്ങൾ മാത്രം ചുരത്തില് നടന്നു പോവാ. ഇവര് ഓട്ടോ വിളിച്ച് കേറിപ്പോയി. വണ്ടി അങ്ങോട്ട് കേറാൻ പറ്റാത്ത സമയത്താണ് പോയത്. അത് ഫ്ലോഡിന്റെ സമയത്താണ് ഞങ്ങൾ കേറിപ്പോയത്. ഞങ്ങൾ 3G ആയി. ഞങ്ങൾക്ക് നെല്ലിയാമ്പതി പറയുമ്പോ ചുരം മാത്രം ഓർമ്മയുള്ളൂ. നമ്മളെ കൂടെ 2 പേരും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്, ഫുആദ്, അനസ്. പണിക്ക് പോവാണ്ട് അവരുടെ ഡെഡിക്കേഷൻ കാരണം പണി കളഞ്ഞിട്ടാണ് ഇന്ന് ഞങ്ങളെ കൂടെ വരുന്നത് അല്ലേ. ഞങ്ങൾ ഇതാ ബാക്കിൽ സീറ്റ് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതാ വരുന്നത് 2 പേര്. ലീവ് എടുത്ത് വന്നിക്കാ, പണിക്ക് പോവാണ്ട് ലീവ് എടുത്ത് വന്നിക്കാ. ഓഫീസിൽ നിന്ന് ബന്ധാ എന്ത് ബന്ധാടാ? അനസിന്റെ അന്റെ ഉപ്പ മരിച്ചതാ. എല്ലാരും എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഞാനും സുഹൈലും ഷബീബും മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാരും ഉള്ള കാര്യം പറഞ്ഞിട്ടില്ലേ, ഞാനും കൂടുന്നു വിചാരിച്ചില്ല. ഞാൻ ബസ്സിൽ പോവാന്ന് ഇന്ന് രാവിലെ വിളിക്കണേ. സംസാരിച്ച് നേരം പോണത് അറിയില്ല ഗൈസ്. ഇവിടെ ചൂടാണ് ഗൈസ്. നെല്ലിയാമ്പതി വരെ ഞാൻ ഇവിടെ ഇരിക്കും. ഇവിടെ നല്ല അടിപൊളി സിറ്റിംഗ് ഉണ്ട്. പൊട്ടിയില്ല വിചാരിക്കണം. നമ്മളിപ്പോ നെന്മാറയിലാണുള്ളത്. നമ്മൾ ഇതുവരെ വന്നത് ഈ ഒരു വണ്ടിയിലാണ്. നമ്മൾ ഇത്ര നേരം സഞ്ചരിച്ച വാഹനം ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് മൊണ്ടേറോ ആണ്. മൊണ്ടേറോ. നമ്മുടെ കൂട്ടത്തിലെ വണ്ടി ഭ്രാന്തനായ സുഹൈലിനെ നമുക്ക് പരിചയപ്പെടാം. സുഹൈലെ, വണ്ടി നല്ല വണ്ടിയാണ്, ഓഫ് റോഡിന് പറ്റിയ വണ്ടിയാണ്. ഈ വണ്ടി ഏതിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? സംഭവം ഫോർച്യൂണറൊക്കെ കമ്പയർ ചെയ്യുന്നത്. ഏത് മോഡൽ വണ്ടിയാണ്? ബെസ്റ്റ് ഓഫ് റോഡിംഗ് അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് വണ്ടിക്ക്. അതെ, 1 ഓഫ് ദ ബെസ്റ്റ് ഓഫ് റോഡിംഗ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. വണ്ടിയുടെ ലോങ് വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഗൈസ് നമ്മളുടെ വണ്ടിയുടെ ലോങ് വ്യൂ. വ്യത്യസ്തമായ ഒരു വീട് ഉണ്ടാ, മൂവി ഉണ്ടാ. അതാ കറങ്ങണ്. എന്താടാ ഇതുണ്ടോ ഗൈസ്? മൂടോക്കട്ടെ. റിയാസിന്റെ മൂട്ടിലാവും സീൻ. ഓ, ഇത് കൊള്ളാട്ടാ. ഇതിനേറ്റം ഫോണ് താഴ്ത്തു പോയി കഴിഞ്ഞാൽ കിട്ടില്ല. വെള്ളത്തിൽ പോവും ഗൈസ്. നിങ്ങൾ കണ്ട വെള്ളത്തിൽ പോവും സീൻ. നമ്മളിവിടെ നിക്കണത് വണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ്. നമ്മുടെ ഓഫ് റോഡ് വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് തെറിക്കുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, നമ്മളെ വണ്ടി നമ്മളിവിടെ സൈഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലാണ് പോണത്. പോലെ ഗൈസ്, ഞങ്ങളിപ്പോ നെല്ലിയാമ്പതി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ അടിയിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു. അപ്പൊ അത് എന്താന്ന് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്താന്നാവോ? നമ്മൾ വന്ന റോഡിന്റെ അവസ്ഥ നിങ്ങൾ കാണണം. കുഴിയാണ്, ഫുൾ കുണ്ടും കുഴിയാണ്. ഇതുപോലത്തെ വഴിയിലൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. ഷബീബ് ബാക്ക് വ്യൂ ആസ്വദിക്കാൻ വേണ്ടിട്ട് ബാക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഓ, ഈ റോട്ടിൽ കൂടെ നമ്മളിപ്പോ കേറി വന്നു. ഈ സാധനമാണ് ഇപ്പൊ കേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഈ റൂട്ടിൽ കൂടെ പോകാൻ പോണത് അല്ലേ? കാരശ്ശൂരിക്കാണ് നമ്മൾ പോകുന്നത്. അതെ, നമ്മളിപ്പോ പോയോണ്ടിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ വഴിയിലൂടെയാണ്. ആരും അങ്ങനെ പോവാത്തൊരു വഴിയാണ്. ആനമട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴിയാണിത്. മിസ്റ്റീവ് വാലി. ഫുൾ ഇങ്ങനത്തെ റോഡാണ് കേട്ടോ ഗൈസ്. ഫുൾ ഇങ്ങനത്തെ റോഡ്, കല്ലും മുള്ളും നിറഞ്ഞ വലിയ വലിയ പാറക്കെട്ടുകളുടെ മോളിൽ കൂടെ ഒക്കെ കേറിയിട്ടാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത് അല്ലേ സുഹൈലെ? ഗായ്സ്, നമ്മളുടെ ഡ്രൈവർ ചേഞ്ച് ആയി. ഇപ്പൊ ഷെബിയാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. ഓഫ് റോഡ് ഷെബി. ഇതുവരെ നമ്മൾ കണ്ടത് ഓൺ റോഡ് ഷെബിനാണെങ്കിൽ
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓഫ് റോഡ് ഷെബി. എന്ത് തോന്നുന്നു അവന്റെ ഡ്രൈവിംഗ്? വളരെ നല്ല, മനോഹരം. ഇത്ര ഓഫ് റോഡ് കഴിഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു ഓഫ് റോഡ് കഴിഞ്ഞു, നല്ല റോഡ് എത്തിന്ന്. അപ്പോഴാണ് ആ ചേട്ടൻ പറയണത് സീൻ, ഇനിയാണുള്ള ഓഫ് റോഡ് വരുന്നത്. വാവ്, ഇനി ഉണ്ടോ കുറെ ഓഫ് റോഡിങ് ഉണ്ടോ മോളിക്ക്? ആ കാണുന്ന സ്ഥലത്തേക്ക് എത്താനുള്ള ആ കാണുന്നുണ്ട് ചെറിയ മരങ്ങളെ കൊറ്റിട്ട് അങ്ങോട്ട് എത്താനുള്ള. ഇനിയും ഇതിനും ഭയങ്കര ഓഫ് റോഡിങ് ഉണ്ടാവും. ഡേഞ്ചറസ്, തണുത്ത കാറ്റും അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ജയ്ത്താനെ മിസ് ചെയ്ത്. ജയ്ത്താനും കൂടെ ഉണ്ടെങ്കിൽ വേണ്ടായിരുന്നു. അതെ, നീയും കൂടി വേണമായിരുന്നു. അടിപൊളിയായിരുന്നു. എക്സാം ആയി പോയി, അതുകൊണ്ടാണ്. ഹലോ ഗായ്സ്, വേറെ ലെവലൊരു എക്സ്പീരിയൻസ് ആണ്. അവരുടെ സൗണ്ട് കറക്റ്റ് ഇങ്ങോട്ട് കേക്കാണ്ടല്ലേ? അതെന്ത് ജീവിയാ? ഞാൻ ഒരു സംഭവം കാണിച്ചുതരാം. ഇത് കണ്ടില്ലേ, കുഴിയാണ്. ഈ ജീപ്പ് ഇപ്പൊ ഇത് ഇറങ്ങി പോണത് ഞാൻ കാണിച്ചു തരാട്ടാ ഗൈസ്. കുണ്ടും കുഴി ഇതുപോലത്തെ സ്ഥലങ്ങളാണ്. സീൻ, വാവ്. ഇനി മോളിക്ക് കേറി പോണ കാണിച്ചു തരാട്ടാ. ഇതുപോലത്തെ ഫുൾ ടാസ്ക് ഉള്ള വഴികളാണ് നമ്മളിപ്പോ കേറി ഇറങ്ങിക്കൊണ്ടിരിക്കണത്. മണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി ഇടിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഗൈസ്, നമ്മളിതാ ഇവിടെ എത്തി. ഓഫ് റോഡ് മാത്രം ഒരു 3.5-4 മണിക്കൂറൊക്കെ ഉണ്ടാവില്ലേ? 4 മണിക്കൂർ ഓഫ് റോഡ് മാത്രല്ലേ സോയിലെ? കണ്ടാ, ഇതിന്റെ മോള് നിറച്ച് പൊടിയാണ്. വണ്ടി പോയിട്ട് എന്റെ മേത്തൊക്കെ ഉണ്ട്, എല്ലാരും മേത്തു കണ്ടില്ലേ? ഊഫ്, ഇതുവരെ ഇങ്ങനത്തെ ഒരു വൈബൊക്കെ കിട്ടിയിട്ടില്ല. ഇവിടെ ഇത്ര ഇത് കാടിന്റെ ഉള്ളിൽ വന്നപ്പോ ഇവിടെ ഒരു വീട്, ഞാൻ അതാ ആലോചിക്കണ്. 6:20 സമയം. ശരിക്കും ഞാൻ ഇവിടെ സ്റ്റേ ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എത്ര യാത്ര, ഇനിയിപ്പോ നാളെ പോവാൻ പറ്റുള്ളൂ നമുക്ക്. നാളെ നമ്മള് പോണേ. ഇവിടെ ഒരാളും, ഇവനാണെങ്കിലും ഇവനാണെങ്കിലും ഇവിടെ സത്യം പറഞ്ഞ കുളിച്ച കാര്യമല്ല പറയണേ. സത്യം പറഞ്ഞ ഒരാളും ഇന്ന് ഇവിടെ സ്റ്റേ ഉള്ള കാര്യം വിചാരിച്ചിട്ടല്ല വന്നിട്ടുള്ളത്. വൈകുന്നേരം കുടുംബത്ത് പോവാ വിചാരിച്ചിട്ടാണ്. ഇനി എല്ലാരും ഇവിടുന്നാണ് ഓരോരുത്തർ വീട്ടിലേക്ക് വിളിച്ചു പറയണത്. ഇന്ന് വരില്ല എന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയണത്. ഇന്നാണ് വിറ്റ്. അത് ഷബീബ് കാരനാണ് സംഭവിച്ചത്. ഷബീബിന്റെ കുൽസിത പ്രവർത്തികൾ, പ്രതീക്ഷിക്കാത്ത യാത്രകൾ. അതെ, വൈബ് തന്നെ. ഓ, വേറെ ലെവല്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസും അതുപോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് അത് ഇവിടെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ മെയിൻ സ്പോട്ടിലേക്ക് പോകും. ആയുർ വാലി എന്നാണ് ഈ ഒരു സാധനത്തിന്റെ പേര്. നാളെ നമുക്ക് സമയം എക്സ്പ്ലോർ ചെയ്യാം. ഈ സ്ഥലത്തേക്ക് എല്ലാവർക്കും വരാൻ പറ്റില്ലേ? എല്ലാവർക്കും വരാൻ പറ്റും. അതെ, നിങ്ങളത് കാണേണ്ട സ്ഥലം തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് നിങ്ങൾക്ക് കിട്ടുന്നു തന്നെ ഒരിക്കലും കിട്ടില്ല. ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് അത്രയും ഉള്ളിലേക്ക് പോയിട്ടില്ല. അത്രയും കാണാത്ത ടഫ് റോഡുകൾ നമ്മള് ജീവനാണ്. അതെ, പൊളി, വേറെ ലെവൽ. ഗൈസ്, ഇവിടുത്തെ വീടുകളിൽ ആടിനെ വളർത്തിയ സെറ്റപ്പ് നോക്കി നൈസ് കൂടുതലേ. ഇത് മറ്റേ കറണ്ട് അടിക്കുന്ന കമ്പിയാണ്. ആന, പുലി അങ്ങനത്തെ സാധനങ്ങളൊന്നും വീടിന്റെ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിട്ട് 2 മല കയറിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയേക്കണ്. 3 മലകൾ കയറിയിട്ടാണ് നമ്മളിവിടെ വന്നിക്കണ്. നമ്മളൊക്കെ ആഗ്രഹിക്കില്ലേ ദൂരെ കണ്ണാ മലയുടെ മുകളിൽ കയറുന്നു. ഞങ്ങളിപ്പോ ഉള്ളത് അങ്ങനത്തെ ഒരു മലയുടെ മുകളിലാണ്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മളുടെ ആയുർ വാലി. നമ്മളിപ്പോ വന്ന സ്ഥലം. സത്യം, നെല്ലിയാമ്പതി ഇത്ര ലോങ് ഓഫ് റോഡ് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇതാണ് പേര്. ഗൈസ്, നമുക്ക് ഇവിടെ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് ഫയർ റെഡിയാക്കുന്നുണ്ട്. ഞാൻ ആകെ കൂടിയിട്ട് ഒരു ചാർജർ മാത്രം എടുത്തിട്ടുള്ളൂ. ഡ്രസ്സും ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ നാളെ ട്രക്കിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗൈസ്, പിള്ളേരെല്ലാരും അവിടെ ക്യാമ്പ് ഫയറിലാണ്. പൊളി 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 പൊളി. ചെക്കന്മാരുടെ ഫോട്ടോസ് ഒക്കെ എടുക്കാണ്. അതിൽ ഇറങ്ങിയിരുന്നടാ, ഇറങ്ങിയിരിക്കും. ഈ ഫോണിൽ കാണുമ്പോ ഉള്ള ഒരു വൈബല്ല നേരിട്ട് കാണാന്. മഞ്ഞ കളർ പോലെ തോന്നുന്നു, പക്ഷെ തീയുടെ കളറ് പക്ക റെഡ്. പക്ക റെഡ്. ഗൈസ്, ചുറ്റും കാടാണ് കേട്ടാ. വന്യമൃഗങ്ങളാണ് ചുറ്റൂലേ. ആന, പുലി, കടുവ അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ ഫുള്ളുള്ളത്. കമ്പിയാണ്, അതിന്റെ മുകളിൽ എർത്തുണ്ട്. ആ സാധനം തുറന്നിട്ടാണ് നമ്മൾ പുറത്തു പോകാൻ പോണത്. വന്യമൃഗങ്ങൾ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ സംഭവം അടച്ചിടുന്നത് അല്ലേ? നമ്മളിവിടെ സേഫ് അല്ലേ? അറ്റ് ദി എൻഡ് ഓഫ് ദി വ്ലോഗ് നമ്മളിതാ
ചിക്കൻ ചുടാൻ പോവാണ്. നമ്മള് കുത്താവണ്. അതെ, ഇതിന്റെ മുകളിൽ കുത്തി നമ്മള് ചിക്കൻ ചുടും. നമ്മളവിടെ സംഭവം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിള്ളേരെല്ലാരും പുകയില് അൽഫാം ആയിക്കൊണ്ടിരിക്കുകയാണ്. റിയാസേ കഷ്ടപ്പാട്. ഞാൻ ഈ സമയം കൊണ്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നാളെ എന്തൊക്കെ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രക്കിങ്, അതുപോലെ ഫിഷിങ്, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അല്ലേ, നിങ്ങൾ റെഡി അല്ലേ? ഞാൻ ചിക്കൻ ഒന്ന് കാണിച്ചുതരാം ഗൈസ്. ഇതാണ് നമ്മുടെ ചിക്കൻ. ചിക്കൻ ഇതിന്മേൽ ലോഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ ചുട്ടതിന് ശേഷം തിന്നും. ഈ ഒരു വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് കൂടി അമർത്തി വെക്കുക. നാളെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. എല്ലാരും വെയിറ്റ് ചെയ്യുക. ഇതിനും കിടിലൻ പവർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പീസ്.